ചിത്രത്തിൽ ഒരു ബോട്ട്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. മെഷീനുകൾ ഒരു പാക്കേജിന് 10 കുപ്പികളായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ബോട്ടിലിന്റെ ഉൽപാദനം ശ്രദ്ധാപൂർവം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ധാരാളം ചോദ്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരും. കുപ്പികളുടെ എണ്ണം കണക്കാക്കാൻ മെഷീൻ എങ്ങനെ അറിയാം? അതിന്റെ ഉത്തരം ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു കണ്ടുപിടുത്തത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്, അതായത് കൗണ്ടേഴ്സ്. ഇന്ന് നമ്മൾ കൗണ്ടേഴ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് ഒരു കൗണ്ടർ? ഡിജിറ്റൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ് കൗണ്ടർ. പൾസുകളുടെ എണ്ണം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിനെയാണ് നമ്മൾ കൗണ്ടർ എന്ന് പറയുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. അടിസ്ഥാനപരമായിട്ട് 2 തരം കൗണ്ടറുകളാണുള്ളത്. ഒന്ന് എസിൻക്രണസ് കൗണ്ടർ അല്ലെങ്കിൽ റിപ്പിൾ കൗണ്ടർ, രണ്ടാമത്തത് സിൻക്രണസ് കൗണ്ടർ. ഇനി നമുക്ക് എന്താണ് എസിൻക്രണസ് കൗണ്ടർ എന്ന് നോക്കാം. എസിൻക്രണസ് കൗണ്ടർ അതിന്റെ പ്രവർത്തനത്തിൽ വളരെ ലളിതമാണ്. മാത്രമല്ല നിർമ്മാണത്തിന് വളരെ മിനിമം ഹാർഡ്വെയർ മാത്രമേ അതിനാവശ്യമുള്ളൂ. ഈ കൗണ്ടറുകൾ പ്രവർത്തനത്തിൽ വളരെ സ്ലോ ആയിരിക്കും കമ്പയർ ടു സിൻക്രണസ് കൗണ്ടർ. സിൻക്രണസ് കൗണ്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്ന നേരം ഇതിന് വളരെ സ്ലോ ആയിരിക്കും. ഇതിൽ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ട്രിഗറിങ് മുമ്പത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ സീരിയൽ രീതിയിലാണ് ബന്ധിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ കൗണ്ടറുകളെ നമ്മൾ സീരിയൽ കൗണ്ടർ എന്നും പറയാം. ഇത്തരത്തിലുള്ള കൗണ്ടറുകളിൽ ട്രിഗറുകൾ ഒരു അലകൾ പോലെ ഫ്ലിപ്പ് ഫ്ലോപ്പിലൂടെ തന്നെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഈ കൗണ്ടറുകളെ റിപ്പിൾ കൗണ്ടർ എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള 4-bit ബൈനറി റിപ്പിൾ അപ്പ് കൗണ്ടറിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓരോ ക്ലോക്ക് പൾസിന്റെയും ട്രിഗർ ഉപയോഗിച്ച് ഈ കൗണ്ടർ 0-ൽ നിന്നും മുകളിലേക്ക് കൗണ്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓരോ ക്ലോക്ക് പൾസ് കിട്ടുന്ന നേരം അതിന്റെ കൗണ്ടിങ് ഇൻക്രീസിങ് ഓർഡറിൽ ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കൗണ്ടറിന് അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ള ഒരു കൗണ്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കൗണ്ടർ ഉപയോഗിച്ചിട്ട് 2n-1 വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും. അതായത് n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ള ഒരു കൗണ്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ് ടു 2n-1 വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4-bit ബൈനറി റിപ്പിൾ അപ്പ് കൗണ്ടർ. 4-bit ബൈനറി റിപ്പിൾ അപ്പ് കൗണ്ടറിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് 0 മുതൽ 2^4-1, അതായത് 2^4 എന്നാൽ 16 -1 ഈക്വൽ ടു 15 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു കൗണ്ടർ 4-bit ബൈനറി റിപ്പിൾ അപ്പ് കൗണ്ടറിൽ 0 മുതൽ 15 വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും. ഈ കൗണ്ടറിൽ ഉപയോഗിക്കുന്നത് നമ്മൾ 4 നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ചെയ്ത JKMS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അതിന്റെ ഡയഗ്രാം നമുക്ക് നോക്കാം. ഇതേമാതിരി 4 JKMS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഈ കൗണ്ടറിൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ട്രിഗറിങ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ആയിരിക്കും ഇതിന്റെ ക്ലോക്ക് പൾസ് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ ഡയഗ്രത്തിൽ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും J ആൻഡ് K ഇൻപുട്ട്, J ഇൻപുട്ട്, K ഇൻപുട്ട്, ഈ 2 ഇൻപുട്ടും
ജെ ഇൻപുട്ടും കെ ഇൻപുട്ടും എല്ലാം എടുത്തിട്ട് +5 വോൾട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ രണ്ട് ഇൻപുട്ടും ജെയും കെയും 1ലേക്ക് കണക്ട് ചെയ്യുക, അതായത് +5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ ക്ലോക്ക് പൾസിനും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സ്റ്റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ഇൻപുട്ട്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഒരു ക്ലിയർ ഇൻപുട്ട് ഉണ്ടാവും. ആ ക്ലിയർ ഇൻപുട്ട് എല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്തിട്ട് അതിനെ ഒരു മാസ്റ്റർ റീസെറ്റ് സ്വിച്ച് വഴി ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീസെറ്റ് സ്വിച്ച് അമർത്തുന്ന നേരം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് പഴയ ഔട്ട്പുട്ട് എല്ലാം മാഞ്ഞിട്ട് എല്ലാത്തിന്റെ ഔട്ട്പുട്ട് 0 ആയിട്ട് മാറുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ലിയർ ഇൻപുട്ട് എല്ലാം കണക്ട് ചെയ്തിട്ട് മാസ്റ്റർ റീസെറ്റ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതിന്റെ ക്ലോക്ക് പൾസ്. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയിലേക്ക് ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുന്നു. ഇതാണ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ എ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുന്നു. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട്, അതായത് ക്യൂ, ഈ ക്യൂ എന്ന് എടുത്തിട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ, അതായത് ബി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് പൾസിലേക്ക് കൊടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് എന്താ ചെയ്തിട്ടുള്ളത് നോക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിന്റെ ക്യൂ ഔട്ട്പുട്ട് ക്ലോക്ക് പൾസ് ആയിട്ട് മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിയിലേക്ക് നൽകിയിരിക്കുന്നു. അടുത്തതായിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് സിന്റെ ക്യൂ ഔട്ട്പുട്ട് ക്ലോക്ക് പൾസ് ആയിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിയിലേക്ക് നൽകിയിരിക്കുന്നു. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ക്യൂ ഔട്ട്പുട്ട് ക്യു എ, ക്യു ബി, ക്യു സി, ക്യു ഡി ഈ മൊത്തമായിട്ടുള്ള കൗണ്ടറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഔട്ട്പുട്ട് എ LSB ആയിട്ട്, ഇവിടെ LSB ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഔട്ട്പുട്ട് എ LSB ആയിട്ട് ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് ഡി MSB, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സോ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന നേരം ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ഔട്ട്പുട്ട് 0 ആക്കണം. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യും. റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന നേരം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 0 0 0 ആയിട്ട് മാറണം. ഇനിയിപ്പം ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഒരു ക്ലോക്ക് പൾസ് വരുന്നു, അതായത് ഇവിടെ ഒരു ക്ലോക്ക് പൾസ് വരുന്നു. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഒരു ക്ലോക്ക് പൾസ് വരുന്നു, കാണിച്ച ക്ലോക്ക് പൾസ് വരുന്നു. ഇതൊരു നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയിട്ടുള്ള ക്ലോക്ക് പൾസ് ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ക്ലോക്ക് പൾസിന് നെഗറ്റീവ് എഡ്ജ് സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്റെ ഔട്ട്പുട്ട് ടോഗിൾ ആയിട്ട് മാറണം. അതായത് ഇതിപ്പോ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് എല്ലാം വർക്ക് ചെയ്യുക. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് പൾസിന്റെ നെഗറ്റീവ് എഡ്ജ് ആകുന്ന സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്റെ ഔട്ട്പുട്ട് ടോഗിൾ ആണ്, അതായത് 0യിൽ നിന്നും 1 ആവും. സോ ഇതിന്റെ ഒരു ഡയഗ്രാം ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡയഗ്രാം, ക്ലോക്ക് ഇൻപുട്ട്, അതായത് ക്ലോക്ക് ഇൻപുട്ട് ഇവിടെ നെഗറ്റീവ്, ഇവിടെയാണ് നെഗറ്റീവ് എഡ്ജ് വരുന്നത്. ഈ നെഗറ്റീവ് എഡ്ജ് വരുന്ന നേരം ഔട്ട്പുട്ട് എന്റെ ഔട്ട്പുട്ട് ഇനീഷ്യലായിട്ട് എല്ലാം 0 0 0 0 ഇനീഷ്യലായിട്ട്. ഇനിയിപ്പോൾ ഒന്നാമത്തെ ക്ലോക്ക് പൾസ് നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ക്യൂ എന്റെ ഔട്ട്പുട്ട്, അതായത് ഇവിടെയുള്ള ഔട്ട്പുട്ട്, ഈ ഒരു പോയിന്റിലുള്ള ഔട്ട്പുട്ട് മാത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോഗിൾ ആണ്, അതായത് 0 നിന്ന് 1ലേക്ക് മാറുന്നു. ഈ ഒരു പോയിന്റിൽ നിന്ന് 1ലേക്ക് മാറുന്നു.
0 എന്ന് 1ലേക്ക് മാറുന്നത്. ഈ സമയത്ത് മറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഔട്ട്പുട്ട് ഒന്നും മാറുന്നില്ല. അതുകൊണ്ട് തന്നെ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 E0 0 0 1. അതായത് LSB മാത്രം 1 ആവും, ബാക്കി എല്ലാം 0 തന്നെ. LSB എന്ന് പറഞ്ഞാൽ QA മാത്രം 1 ആവും, ബാക്കി എല്ലാം 0 തന്നെ. ഇനി ഇപ്പൊ രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പ്രയോഗിക്കുന്നു. രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പ്രയോഗിക്കുമ്പോൾ ഇവിടെയാണ് രണ്ടാമത്തെ ക്ലോക്ക് പൾസ്, നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ആയിട്ടുള്ള രണ്ടാമത്തെ ക്ലോക്ക് പൾസ് പ്രയോഗിക്കുന്നത്. അപ്പൊ എന്താവെന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്റെ ഔട്ട്പുട്ട് വീണ്ടും ടോഗിൾ ആവും. അതായത് 1 എന്ന് തിരിച്ച് പിന്നെ 0ലേക്ക് മാറും. ഇത് എവിടത്തേക്കാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലേക്ക്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിയിലേക്ക്, അതായത് നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ആയിട്ടുള്ള എന്റെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിൽ മാത്രം ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിന്റെ ഔട്ട്പുട്ട് മാറും. അതായത് ഇവിടെ ഇപ്പോൾ എന്റെ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ആണ് വരുന്നത്. നെഗറ്റീവ് എഡ്ജ് ട്രിഗർ വരുന്ന സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിന്റെ ഔട്ട്പുട്ട് 0 എന്ന് 1ലേക്ക് മാറുന്നത് കാണാം. അതാണ് ഈ ഒരു വേവ് ഫോമിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 0, ഇത് 0 തന്നെ, ഇവിടെ 1, ബിയിൽ 1, ഇവിടെ 0. അപ്പോൾ ഇപ്പോൾ ഔട്ട്പുട്ട് 0 0 1 0. ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി എപ്പോ 1ൽ നിന്ന് 0ലേക്ക് ടോഗിൾ ചെയ്യുന്നേരം ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി, അതായത് ഈ ബിന്റെ ഔട്ട്പുട്ട് നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ആകും. എപ്പോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിന്റെ ഔട്ട്പുട്ട് 1 നിന്ന് 0ലേക്ക് ടോഗിൾ ചെയ്യുക. അതായത് ഈ ഒരു പോയിന്റ് നിന്നാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിന്റെ ഔട്ട്പുട്ട് 1 നിന്ന് 0ലേക്ക് ടോഗിൾ ആണ്. ആ സമയത്ത് മാത്രം ഫ്ലിപ്പ് ഫ്ലോപ്പ് സിന്റെ ഔട്ട്പുട്ട് ടോഗിൾ ആവും. അതായത് 0 നിന്ന് 1ലേക്ക് പോകും ഇവിടെ. ഇതേപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സിന്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് 0ൽ നിന്നും ഫ്ലിപ്പ് ഫ്ലോപ്പ് സിന്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് 1ൽ നിന്നും 0ലേക്ക് പോകുന്നത്? ഈ പോയിന്റ്, ഈ പോയിന്റിലാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സിന്റെ ഔട്ട്പുട്ട് 1 ആയിരുന്നു 0ലേക്ക് പോകുന്നത്. സോ 1 ആയിരുന്നു 0ലേക്ക് പോകുന്ന നേരം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിന്റെ ഔട്ട്പുട്ട് ടോഗിൾ ആയിട്ട് മാറുന്നു. അതായത് ടോഗിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം 0 എന്ന് 1ലേക്ക് മാറും. സോ ഈ ട്രിഗറിങ് ഇവിടെ തെറ്റായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നെഗറ്റീവ് എഡ്ജ് ട്രിഗർ വരേണ്ടത്. സോ അത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ ഇവിടെ ഇപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് സിന്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് 1 നിന്ന് 0ലേക്ക് പോകുന്നത്, ആ സമയത്തായിരിക്കും ഇതിന്റെ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ഡിയിലേക്ക് എത്തുന്നത്. ആ ഡിയിലേക്ക് എത്തുന്ന നേരം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിന്റെ ഔട്ട്പുട്ട് എന്താവും? 1 ടോഗിൾ ആവും, 0 എന്ന് 1ലേക്ക് മാറും. ഇതിൽ നിന്ന് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് എ ഓരോ ക്ലോക്ക് പൾസിലും ടോഗിൾ ആണ്. ഓരോ ക്ലോക്ക് പൾസ് വരുന്ന നേരം ഫ്ലിപ്പ് ഫ്ലോപ്പ് എ ടോഗിൾ ആണ്. ഒന്നാമത്തെ ക്ലോക്ക് പൾസിൽ ടോഗിൾ ആണ്, രണ്ടാമത്തേൽ ടോഗിൾ ആണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വരുന്ന നേരം 0 എന്ന് 1ലേക്ക് മാറുന്നു, രണ്ടാമത്തെ വരുന്ന നേരം 1 നിന്ന് 0ലേക്ക് മാറുന്നു, പിന്നെ മൂന്നാമത്തെ ക്ലോക്ക് പൾസ് വരുന്ന നേരം പിന്നെ 0 എന്ന് 1ലേക്ക് മാറുന്നു. അങ്ങനെ ഓരോ ക്ലോക്ക് പൾസ് വരുന്ന നേരം ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്റെ ഔട്ട്പുട്ട് ടോഗിൾ ആയിക്കോട്ടെക്കുന്നു. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിന്റെ ഔട്ട്പുട്ട് നോക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി ഓരോ 2 ക്ലോക്ക് പൾസ് വരുന്ന നേരം ടോഗിൾ ചെയ്യുന്നു. അതായത് ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ക്ലോക്ക് പൾസ് വരുന്ന നേരം ബിന്റെ ഔട്ട്പുട്ട് 0 എന്ന് 1ലേക്ക് മാറും. നാലാമത്തെ ക്ലോക്ക് പൾസ് വരുന്ന നേരം 1 നിന്ന് 0ലേക്ക് മാറും. പിന്നെ ആറാമത്തെ ക്ലോക്ക് പൾസ് വരുന്ന നേരം 0 എന്ന് 1ലേക്ക് മാറും. പിന്നെ എട്ടാമത്തേന്ന് 1 നിന്ന് 0ലേക്ക് മാറും. അതായത് ഇതിന്റെ ടോഗിളിംഗ് എങ്ങനെയായിരിക്കും? ഓരോ 2 ക്ലോക്ക് പൾസിലും ടോഗിൾ ചെയ്യും ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പ് സിന്റെ കാര്യം നോക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്പ് സി ഓരോ നാലാമത്തെ ക്ലോക്ക് പൾസിനും ഫ്ലിപ്പ് ഫ്ലോപ്പ് സിന്റെ ഔട്ട്പുട്ട് ടോഗിൾ ആണ്. അതായത് നാലാമത്തെ ക്ലോക്ക് പൾസ് ഇവിടെ വരുന്നത്. ഈ നാലാമത്തെ ക്ലോക്ക് പൾസിൽ 0 എന്ന് 1ലേക്കാണ്, എട്ടാമത്തെ ക്ലോക്ക് പൾസിൽ 1 നിന്ന് 0ലേക്കാണ്, പിന്നെ 12ാമത്തെ ക്ലോക്ക് പൾസിൽ തിരിച്ച് 0 എന്ന് 1ലേക്കാണ്.
ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ എട്ടാമത്തെ ക്ലോക്ക് പൾസിലായിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി ടോഗിൾ ആകുന്നത്. അതായത് എട്ടാമത്തെ ക്ലോക്ക് പൾസ് വരുന്ന നേരം ഇവിടുന്ന് 0 1 മാറുന്നു. പിന്നെ 16ാമത്തെ ക്ലോക്ക് പൾസ് വരുന്ന നേരം തിരിച്ച് 1 0 മാറുന്നു. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ക്ലോക്ക് ഫ്രീക്വൻസിനേക്കാൾ 1/2 ആയിരിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ക്ലോക്ക് ഫ്രീക്വൻസിന്റെ 1/4 ആയിരിക്കും. സിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ക്ലോക്ക് ഫ്രീക്വൻസിനെക്കാട്ട് 1/8 ആയിരിക്കും. ഡിന്റെ ഫ്രീക്വൻസി ക്ലോക്ക് ഫ്രീക്വൻസിനെക്കാട്ട് 1/16 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു 4-ബിറ്റ് കൗണ്ടറിനെ നമുക്ക് ഡിവൈഡഡ് ബൈ 16 കൗണ്ടർ എന്ന് വിളിക്കാം. അതായത് ഇത് ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ ക്ലോക്ക് ഫ്രീക്വൻസിനെക്കാട്ടും പകുതിയാണ് രണ്ടാമത്തെ ക്ലോക്ക് ഫ്രീക്വൻസി. രണ്ടാമത്തേനെക്കാട്ടും പകുതിയാണ് മൂന്നാമത്തെ. മൂന്നാമത്തേന്റെ പകുതിയാണ് നാലാമത്തെ. നാലാമത്തേന്റെ പകുതി അഞ്ചാമത്തെ. അതായത് ഒന്നാമത്തേനെക്കാട്ടും 1/2 ആണ് ഇത് ക്യു എ. ഒന്നാമത്തേനെക്കാട്ടും 1/4 ആണ് ക്യു ബി. ഒന്നാമത്തേനെക്കാട്ടും 1/8 ആണ് ക്യു സി. അതായത് ക്ലോക്ക് ഇൻപുട്ടിനെക്കാട്ടും 1/16 ആണ് ക്യു ഡി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൗണ്ടറിന് ഡിവൈഡഡ് ബൈ 16 കൗണ്ടർ എന്നും പറയാം. ഇതിലിപ്പം 15ാമത്തെ ക്ലോക്ക് പൾസ് എത്തിയാൽ നോക്കാം. 15ാമത്തെ ക്ലോക്ക് പൾസിന് ഔട്ട്പുട്ട് എന്താ വരുന്നത് നോക്കാം. ഇവിടെയാണ് 15ാമത്തെ ക്ലോക്ക് പൾസ്. 15ാമത്തെ ക്ലോക്ക് പൾസ് വരുന്നേരം ക്യു എന്റെ ഔട്ട്പുട്ട് 1 ആണ്, ക്യു ബിന്റെ ഔട്ട്പുട്ട് 1, ക്യു സിന്റെ ഔട്ട്പുട്ട് 1, ക്യു ഡിന്റെ ഔട്ട്പുട്ട് 1. എല്ലാം 1 1 1 1 ആണ്. അടുത്തത് അല്ലെങ്കിൽ 16ാമത്തെ ക്ലോക്ക് പൾസ് ആയിരിക്കുമ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും നോക്കിയാലും മനസ്സിലാവും. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും ഒരേ സമയത്ത് 1ൽ നിന്നും 0 ടോഗിൾ ചെയ്യും. അതിനാൽ 16ാമത്തെ ക്ലോക്ക് പൾസ് വരുന്നാൽ ഇത് റീസെറ്റ് ആവും. അല്ലെങ്കിൽ എല്ലാ ഔട്ട്പുട്ടും 0 0 0 0 ആവും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു 4-ബിറ്റ് ബൈനറി റിപ്പിൾ അപ്പ് കൗണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാ അപ്പ് കൗണ്ടർ എന്ന് മനസ്സിലായി. ഓരോ ക്ലോക്ക് പൾസ് വരുന്നേരം ഇതിന്റെ കൗണ്ടിങ് ഇൻക്രീസിങ് ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 0 1 2 3 അങ്ങനെ 15 വരെ ഈ കൗണ്ടർ കൗണ്ട് ചെയ്യും. അതിനുശേഷം 16ാമത്തെ ക്ലോക്ക് പൾസിൽ ഇത് റീസെറ്റ് ആവും. സോ ഇതിന് റിപ്പിൾ കൗണ്ടർ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ റിപ്പിൾ കൗണ്ടർ അല്ലെങ്കിൽ എസിൻക്രണസ് കൗണ്ടർ. എസിൻക്രണസ് കൗണ്ടർ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഒരേ സമയത്ത് ക്ലോക്ക് പൾസ് കിട്ടുന്നില്ല. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് മറ്റേ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് പൾസ് ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിരിക്കും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു. സോ ഇത്രയെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എക്സാമിന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ. അതായത് ഇവിടെ 4 ഔട്ട്പുട്ട് എ ബി സി ഡി 4 ഔട്ട്പുട്ട് ഉണ്ട്. ഫസ്റ്റ് റീസെറ്റ് ഞെക്കി കഴിഞ്ഞാൽ ഇതെല്ലാം 0 0 ആവും. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ 0 0 0 1 അങ്ങനെ 15ാമത്തെ ക്ലോക്ക് പൾസ് വരുന്നവർ എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് 1 1 1 1 ആവും. 16ാമത്തെ ക്ലോക്ക് പൾസ് വരുന്നവർ എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് 0 0 0 0 ആവും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4-ബിറ്റ് ബൈനറി റിപ്പിൾ അപ്പ് കൗണ്ടറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.